ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. സോ ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു ട്രിപ്പ് കൊണ്ടുപോവാണ്. ഒരുപാട് ദൂരമല്ല, എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് അപ്പാർട്ടുള്ളൊരു ലേക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലേക്കിൻ്റെ പേര് ഗലൻസോർ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. അപ്പോൾ അവിടെ പോയിട്ട് കാണാൻ ബാക്കി. ഈ ലേക്ക് ആക്ച്വലി കുറേ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ചുറ്റും ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ് ഫുൾ മൗണ്ടെയ്ൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചെറിയ തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി രാവിലെ ഒരു 7 മണി ആയപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അവിടെ എത്തിയപ്പോൾ ഒരു 8 മണി ടൈം ആയി. എനിക്ക് സൺലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും ചെറിയ തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും കുറേ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ എടുക്കും. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് പ്രശാന്ത് ഷഹസാദും മെയിൻ പോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ഫോട്ടോസ് എടുത്തുതരാൻ പറഞ്ഞപ്പോൾ അവർ വീഡിയോ എടുത്തു തന്നു. അങ്ങനെ ചെറിയ തണുപ്പുണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്ന സമയത്ത്. ഇതാ എനിക്ക് സ്ലിപ്പാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷിബിൻ എന്നെയും കൂട്ടി ഓടിയതാണ്. പക്ഷേ ഷിബിന് തെന്നിയടിച്ച് വീണു. ഈ ലേക്കിനൊരു ഓവൽ ഷേപ്പാണ്. ഇതിന് ചുറ്റുമുള്ള മരങ്ങളും അതൊക്കെ ഒരു റെഡ് ഡേറ്റ ബുക്കിൽ ലേബൽ ചെയ്തിട്ടുള്ളവയാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞാനും അതായിരുന്നു. ഞാൻ മാക്സിമം കുറേ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും നല്ല വൃത്തിക്ക് വന്നില്ല. ഇതാണ് ഞങ്ങളെ ക്യൂറേറ്റർ മീൻസ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. പുള്ളിയായിരുന്നു ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴാണ് എൻ്റെ ക്ലാസ്മേറ്റ് അവിടെ ഒരു സ്റ്റെയർസിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു സ്റ്റെയർസ് കുറേ ഒരു മരങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന സ്റ്റെയർസ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ ആ ക്യൂരിയോസിറ്റിയിൽ ഓരോ സ്റ്റെപ്പും കയറാൻ തുടങ്ങി. പക്ഷേ ആ സ്റ്റെപ്പ് നമ്മൾ കാണുമ്പോഴല്ല, ഭയങ്കര സ്റ്റീപ്പാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി നിന്ന് നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അതിൻ്റെ മുകളിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കാരണം അത് മൊത്തം കയറാൻ തീരുമാനിച്ചു. ഞങ്ങൾ കയറുന്ന കണ്ട് ഞങ്ങളുടെ പുറകെ വന്ന് എല്ലാവരും കയറാൻ തുടങ്ങി. ലാസ്റ്റ് അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒന്നുമില്ലായിരുന്നു. കയറി കുറേ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ളൊരു എൻട്രി. മീൻസ് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങോട്ട് കയറി പോകാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് നിർത്തി. നൈസായിട്ട് ഐഡിയ പാളിപ്പോയതിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത്. അത് നമ്മൾ പുറത്ത് കാണിക്കരുത്. ബിക്കോസ് നമ്മളായിരുന്നല്ലോ ഇനീഷ്യേറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി. ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന ബോട്ടിൻ്റെ ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന നിഹാലിനെയാണ് നിങ്ങൾ കാണുന്നത്. ബോട്ട് ആക്ച്വലി കെട്ടിയിട്ടേക്ക് ഇവിടെ സ്വിമ്മിങ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പച്ചവെള്ളം എന്തെന്ന് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആദ്യമോനാണ്. ഇതാണ് ആദ്യമോൻ എക്സ്പ്ലെയിൻ ചെയ്ത പച്ചവെള്ളം. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ബോട്ടിൽ നിന്നപ്പോൾ ആ ലേക്കിൻ്റെ വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യുന്ന കണ്ട് എല്ലാവരെയും കൂട്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിക്കാണ് സാറ് ഞങ്ങൾക്ക് വേണ്ടി പോസ് ചെയ്ത് തരുന്നതാണ്. എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് പിന്നെ ബാക്കി നമുക്ക് അവിടെ വെച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നതാണ് കാണുന്നത്.
ഇവിടെ ഞങ്ങളെ യൂണിവേഴ്സിറ്റീൻ്റെ തന്നെ ഒരു ചെറിയ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് പേരവിടെ കുക്ക് ചെയ്യും, ബാക്കിയുള്ളവർ ഡാൻസ് കളിക്കും. അങ്ങനെ നല്ല നല്ല രസമായിരുന്നു അവിടെ. റഷ്യൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ ഏറ്റവും നല്ല സോങ്ങാണ് നമ്മളെ ജിമ്മി ജിമ്മി ആജ ആജ. അത് കുറേ റഷ്യൻസ് അവിടെ പ്ലേ ചെയ്ത് അതിന് നൃത്തമാടുന്ന ദിലീഷേനും നിഹാലുമാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ ഈ സാധനത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്തോ അടുത്തുള്ള അപ്പുറം എന്തോ വില്ലേജ് എന്തോ ഉണ്ട്. ആ വില്ലേജ് ശരിക്കും കാണാം എന്നാണ് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് കണ്ടില്ല, പക്ഷേ എന്തൊക്കെയൊക്കെയോ കണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ. പുള്ളിയാണെങ്കിൽ കുറേ ഇന്ത്യൻസിനെയൊക്കെ കൂട്ടി പുള്ളിയുടേതായ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ഒരു ഭാഗത്ത് ഡാൻസ് നടക്കുമ്പോൾ മറ്റേ ഭാഗത്ത് ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള കനൽ സെറ്റപ്പ് ചെയ്യലാണ്. കുറേ കഷ്ടപ്പെട്ട് അവർ കനൽ സെറ്റ് ചെയ്യാൻ, ബിക്കോസ് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു, അപ്പോൾ തീ കെട്ടുപോകുമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കനലൊക്കെ സെറ്റായി ഞങ്ങൾ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ഡാൻസൊക്കെ കണ്ട് അടുത്ത ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ കുറേ പേരിരുന്ന് പാട്ടൊക്കെ പാടുന്നു, ഗസൽ പോലെ കുറേ ഗസൽ സോങ്സൊക്കെ വെച്ചിട്ട് അതിനൊപ്പം ഇരുന്ന് പാടായിരുന്നു. അപ്പോൾ നമ്മളെ വ്ളോഗർ ഡ്രൈവർ അങ്കിളും ഞങ്ങളുടെ കൂടെ കൂടി അങ്ങനെ കുറേ പാട്ടൊക്കെ വെച്ച് കുറേ നേരം പാടും. അങ്ങനെ ഒരു ഭാഗത്ത് ഗ്രില്ലിങ് നടക്കുന്നു, ഇവിടെ ഞങ്ങൾ പാട്ട് ആസ്വദിച്ചിരിക്കുന്നു. എല്ലാവരും പാട്ട് പാടുമ്പോൾ ശിവന് ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് തപ്പി നടപ്പാണ്. ഇവിടെ നമ്മൾ ഈ പോലീസ് ഓഫീസർ നമ്മൾ ഐശ്വര്യ റായിനെ പറ്റി ചോദിക്കുകയായിരുന്നു. ഐശ്വര്യ റായിനെ ഇന്ത്യൻസ് ബുള്ളി ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ച്. ഇവരൊക്കെ ഐശ്വര്യ റായിയുടെ വലിയ ഫാനാണ്. അതിൻ്റെ ഇടയിൽ സാറ് വന്നിട്ട് കുട്ടികൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എടുക്കുക. പിന്നെ സാറ് കുറേ ഇന്ത്യൻ ഫുഡ് കുട്ടികൾ കൊണ്ടുവന്നൊക്കെ കഴിച്ച് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി റിവ്യൂ പറയായിരുന്നു. എല്ലാം സ്പൈസി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ബിരിയാണി കഴിച്ചപ്പോൾ ഇതത്ര സ്പൈസി അല്ല എന്നാണ് പറഞ്ഞത്. അതിഷ്ടമായെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം കളിച്ചൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ ഫുഡായി, ചിക്കനൊക്കെ ഗ്രില്ലായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് ആയി. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. വൈകിട്ടൊരു 3:30-4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ടയർഡായിരുന്നു, എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആവാറായതുകൊണ്ട് വൈകിട്ടൊരു 4 മണി 4:15 ആയി തുടങ്ങുമ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി സന്ധ്യയാവും. പിന്നെ തിരിച്ചു വന്നപ്പോൾ അധികം ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല, എല്ലാവരും ടയേർഡായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്ന് പിന്നെ കഴിച്ചു, കിടന്നുറങ്ങി. ടു ബി ഓണസ്റ്റ് അതൊരു നല്ല ദിവസമായിരുന്നു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.